Agencies exploit interns all the time. What makes you different? ഏജൻസി ഒരാളെ എക്സ്പ്ലോറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റേൺസ് ആയിട്ട് പല ആൾക്കാർ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പല സ്ഥലങ്ങളിൽ തലവെച്ച് കൊടുക്കുന്നതാണ്. നമ്മളൊരു സിനിമ കാണാനാണെന്നുണ്ടെങ്കിലും 10-20 ആൾക്കാരെ റിവ്യൂ നോക്കും. നമ്മളൊരു ഫെസിലിറ്റി തിരഞ്ഞെടുക്കുമ്പം അവിടെ പഠിപ്പിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവിടുത്തെ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. ആ പോർട്ട്ഫോളിയോ വിലയിരുത്തിയതിന് ശേഷം ഈ പറയുന്ന ഒരു വ്യക്തി കേപ്പബിൾ ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് പഠിക്കേണ്ടുള്ളൂ. പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റീൻ്റെ കഴിവ് ബേസ് ചെയ്തിട്ടാണ് അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഒരു കഴിവും ശരിക്കും ഒരു വലുതായി വരുന്നത്. അവരുടെ പോർട്ട്ഫോളിയോ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കുട്ടികളോ അല്ലെങ്കിൽ സോ കോൾഡ് പേരൻസ് ചോദിക്കാത്തത്? അവർ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും അവർ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യും. ഇപ്പോൾ ഒരു പെണ്ണ് കെട്ടിച്ച് വിടാന്നുണ്ടെങ്കിൽ പെണ്ണ് ചെറുക്കൻ്റെ വീട്ടുകാരെ പറ്റി അന്വേഷിക്കും, ഏറ്റവും കാര്യങ്ങൾ അന്വേഷിക്കും. പക്ഷേ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ചേർക്കുമ്പോഴത്തേക്കും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിക്കില്ല. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ, അത് സ്റ്റുഡൻസിന് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പോൾ അതാണ് എൻ്റെ ഒരു ചോദ്യം. അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത് അതിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ചതിന് ശേഷം അത് ഇച്ചിരി ടൈം എടുത്താലും ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഡിസിഷൻ എടുക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു കോഴ്സോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പോയി ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണമുണ്ടാവും.